Hello all, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ ഇന്ന് റൊട്ടേഷണൽ ഡൈനാമിക്സിന്റെ നാലാമത്തെ പാർട്ടിലേക്ക് കിടക്കുകയാണ്. ഇതിന് മുൻപുള്ള പാർട്സ് കാണാത്തവർക്ക് വേണ്ടി അതിന്റെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പ് റൊട്ടേഷണൽ മോഷന്റെ തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ഓക്കെ, ക്വസ്റ്റ്യൻസ് എല്ലാം തനിയെ ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. ഓക്കെ, എന്ന് വെച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഒന്ന് പൗസാക്കിയ ശേഷം ക്വസ്റ്റ്യൻ വായിക്കുക, വീഡിയോ ഒന്ന് പൗസാക്കാം, നിങ്ങൾ തന്നെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക. കിട്ടുന്നില്ലെങ്കിൽ സൊല്യൂഷൻ നോക്കാം. സോ നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ ഈ ഒരു ചോദ്യം ശ്രദ്ധിക്കുക. A wheel has an angular acceleration 3 radian per second square. Okay, ആൽഫയാണ് ആംഗുലർ ആക്സിലറേഷൻ തന്നിരിക്കുന്നത്. ഇനിഷ്യൽ ആംഗുലർ വെലോസിറ്റി എന്ന് പറയുന്നത് എന്ത് തന്നിട്ടുണ്ട്? 2 തന്നിട്ടുണ്ട്. അതേപോലെ ടൈം 2 സെക്കൻഡ് ആണെന്ന് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 2 സെക്കൻഡിൽ എത്ര ആംഗിൾ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താ? S equal to ut plus half e t square എന്ന് പറയുന്ന പോലെ തീറ്റ equal to omega 0 into t plus half alpha t square ചെയ്താൽ മതി അല്ലേ? ഒമേഗ 0 ആണ് 2 തന്നിരിക്കുന്നത്, ഇൻറ്റു 2 പ്ലസ് ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു 2 സ്ക്വയർ. സോ 4 പ്ലസ് എന്ത് കിട്ടും? 6. യു വിൽ ഗെറ്റ് 10 റേഡിയൻ എന്ന് കിട്ടും. സോ ആംഗിൾ 10 എന്ന് പറയുന്നത് എന്താ? 10 റേഡിയൻ ആണ്. സിമ്പിൾ അല്ലേ? ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കാം. സോ ഈ ഒരു ചോദ്യം നോക്കാം. എ സോളിഡ് സിലിണ്ടർ എന്ന് വെച്ചാൽ നമുക്ക് ഡിസ്ക് ആയിട്ട് കൺസിഡർ ചെയ്യാം കേട്ടോ. അതിന്റെ മാസ് ആണ് 2 കിലോഗ്രാം തന്നിരിക്കുന്നത്. റേഡിയസ് 4 സെന്റിമീറ്റർ എന്ന് വെച്ചാൽ 4 into 10⁻⁻² മീറ്റർ ആണ് അല്ലെ? റേഡിയസ് 4 into 10⁻⁻² മീറ്റർ. റൊട്ടേറ്റ് ചെയ്യാണ് അറ്റ് എ സ്പീഡ് 3 RPM ആണ്. അപ്പൊ അതിന്റെ ഒമേഗ എന്തായിരിക്കും? ഒമേഗ 2πn/60 ആയിരിക്കില്ലേ? 2π into 3/60 ചെയ്യുമ്പോൾ π/10 റേഡിയൻ പെർ സെക്കൻഡ് കിട്ടും. ഒമേഗ ഈക്വൽ ടു π/10 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. അപ്പൊ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ നമ്മൾ എത്ര ടോർക്ക് കൊടുക്കണം എന്നാ ചോദ്യം. തീറ്റ എത്ര ആംഗിൾ ടേൺ ചെയ്തിരിക്കുന്നത്? 2π അല്ലെ? ഇതിൽ എന്തോ ഒരു ചെറിയ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. 2π ആയിരിക്കില്ല, അടുത്ത് 4π ആയിരിക്കും. നോക്കാം, ഒന്നുകൂടി നമുക്ക് നോക്കാം. സോ ഇവിടെ എന്ത് കിട്ടും? ആദ്യം നമുക്ക് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കണ്ടുപിടിക്കാം. I equal to mr²/2. mr²/2 ചെയ്യുമ്പോൾ 2 into r², 4 into 10⁻⁻² whole square/2. You will get 16 into 10⁻⁻4. ഇതാണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ. ഇനി ഒമേഗ v² ഈക്വൽ ടു നമ്മുടെ u² - 2as എന്ന് പറയുന്ന പോലെ ഒമേഗ² ഈക്വൽ ടു ഒമേഗ² - 2 ആൽഫ തീറ്റ. മൈനസ് ഇടാൻ കാരണം സ്റ്റോപ്പിംഗ് അല്ല, റിട്ടാർഡേഷൻ ആണ്. സ്റ്റോപ്പ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 0 ഈക്വൽ ടു ഒമേഗ² - 2 ആൽഫ തീറ്റ ഓർ ഒമേഗ0² ഈക്വൽ ടു 2 ആൽഫ തീറ്റ. ആൽഫ ഈക്വൽ ടു ഒമേഗ0²/2 ആൽഫ എന്ന് കിട്ടും, 2 തീറ്റ. ദാറ്റ് ഈസ് 16 into 10⁻⁻4 into 16 into 10⁻⁻4 by 2 into തീറ്റയ്ക്ക് 2π എന്ന് കൊടുക്കുക. ഒമേഗ അല്ലല്ലോ 16 അല്ലേ? ഐ അല്ലേ? സോറി. സോ ഒമേഗ0² എന്ന് വെച്ചാൽ എന്ത് വരും? π/10 ഹോൾ സ്ക്വയർ. π/10 into π/10/2 into 2π. So you will get ഒരു പൈ ക്യാൻസൽ ആകും, π/200 എന്ന് കിട്ടും. ഇനി ടോർക്ക് ഈക്വൽ ടു ഐ ആൽഫയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഐക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? 16 into 10⁻⁻4 എന്നും π/200 എന്നും കൊടുക്കുമ്പോൾ യു വിൽ ഗെറ്റ് 8π into 10⁻⁻6. ഇങ്ങനൊരു ഓപ്ഷൻ ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, എന്തോ ഒരു ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. സോ 8π into 10⁻⁻6 ആണ് നമുക്ക് ഉത്തരം വരുന്നത്.
അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല. പക്ഷെ നിയറസ്റ്റ് വാല്യൂ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവിടെ ഒരു 10⁻⁻6 വരുന്നതുകൊണ്ട് അത് വേണമെങ്കിൽ നിയറസ്റ്റ് വാല്യൂ ആയിട്ട് എടുക്കാമെന്ന് മാത്രം. ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഒന്നെങ്കിൽ കമന്റ് ചെയ്യാം. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ഓക്കെ, എനിക്ക് ഇതാണ് ഉത്തരം കിട്ടുന്നത്, 8 × 10⁻⁻6. ശരി, അടുത്ത ചോദ്യം. ഈ ഒരു ചോദ്യം നോക്കാം. 3 ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്, സോളിഡ് സ്ഫിയറും സർക്കുലർ ഡിസ്കും റിങ്ങും. 3ഉം റൊട്ടേറ്റ് ചെയ്യാണ് അല്ലെ, സ്പിൻ ചെയ്യാണ്, സെയിം ഒമേഗയാണ്. അങ്ങനെയാണെങ്കിൽ വർക്ക് കൂടുതൽ ആർക്കായിരിക്കും? നമുക്കറിയാം ഈ വർക്ക് എന്ന് വെച്ചാൽ ½ω², കൈനറ്റിക് എനർജി, വർക്ക് എനർജി തീരും, അതിന് ഈക്വൽ ആയിരിക്കും. റൊട്ടേഷനെ കൊണ്ട് ½ ω², ഒമേഗ കോൺസ്റ്റന്റ് കൊണ്ട് W പ്രൊപ്പോർഷണൽ ടു മൊമെന്റ് ഓഫ് ഇനേഷ്യ. ഈ സോളിഡ് സ്ഫിയറിന്റെ മൊമെന്റ് ഓഫ് ഇനേഷ്യ നമുക്കറിയാം 2/5 mr², ഡിസ്കിന്റെ ½ mr², റിങ്ങിന്റെ ജസ്റ്റ് mr² ആണ്. സോ ക്ലിയർലി റിങ്ങിനാണ് മൊമെന്റ് ഓഫ് ഇനേഷ്യ കൂടുതൽ, ദെൻ ഡിസ്ക്, അത് കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ, സോളിഡ് സ്ഫിയർ വരുള്ളൂ. അങ്ങനെ നോക്കുകയാണെങ്കിൽ W പ്രൊപ്പോർഷണൽ ടു I അല്ലേ, അപ്പൊ വർക്ക് കൂടുതലായിരിക്കും റിങ്ങിനായിരിക്കും, പിന്നെ ആയിരിക്കും ഡിസ്കിന് വരുന്നത്, അത് കഴിഞ്ഞിട്ട് ആര് വരുള്ളൂ, സോളിഡ് സ്ഫിയർ വരുള്ളൂ. സോ റിംഗ് എന്ന് പറയുന്നത് C ആണ്, ഡിസ്ക് B ആണ്, സോളിഡ് സ്ഫിയർ A ആണ്. സോ WC, WB, WA, ഓപ്ഷൻ എ. ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം. A solid cylinder of mass 50 kg, radius 0.5 meter. ഒരു സോളിഡ് സിലിണ്ടർ ഉണ്ട്, അതിന്റെ റേഡിയസ് തന്നിട്ടുണ്ട് 0.5 മീറ്റർ ആണ്. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിന്റെ മാസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്, 50 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ നമ്മളൊരു സ്ട്രിങ്, ഒരു മാസ്ലെസ് സ്ട്രിങ് ബോണ്ട് ചെയ്തിട്ടുണ്ട്, സിലിണ്ടർ വിത്ത് 1 end അറ്റാച്ച്ഡ് ടു ഇറ്റ് ആൻഡ് അതർ ഫ്രീ. അപ്പൊ ഇവിടെ ഒരു സ്ട്രിങ് ഉണ്ട്. ഓക്കെ, അത് ഒരു എൻഡ് ഈ സിലിണ്ടറിൽ വെച്ചിട്ടുണ്ട്, മറ്റേ എൻഡ് ഫ്രീ ആയിട്ട് ഹാങ് ചെയ്യാണ്. അതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ എന്താണെന്നാണ് ചോദ്യം. ടെൻഷൻ അല്ലെങ്കിൽ ഫോഴ്സ് എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ടെൻഷൻ ഇൻ ദ സ്ട്രിങ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് ആംഗുലർ ആക്സലറേഷൻ 2 revolution per second. റെവല്യൂഷൻ ആയിരിക്കില്ല, റേഡിയൻ പെർ സെക്കൻഡ് ആയിരിക്കും. റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, നോട്ട് റെവല്യൂഷൻ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പൊ ആൽഫ ഈക്വൽ ടു 2 തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് അറിയാം, ഇവിടുത്തെ ടോർക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്, which is also equal to I alpha. Which is also equal to I alpha. What is I equal to? സിലിണ്ടർ വെച്ചാൽ mr²/2 അല്ലേ, അപ്പൊ എമ്മിനെ 50 എന്ന് കൊടുക്കുക, ആറിനെ 0.5² എന്ന് കൊടുക്കുക, /2 എന്ന് വരും. സോ യു വിൽ ഗെറ്റ് 50 × 0.5² 1/4 ആണ്, /2 വരുമ്പോൾ 50/8 അല്ലെങ്കിൽ 25/4 എന്ന് കിട്ടും. മൊമെന്റ് ഓഫ് ഇനേഷ്യ 25/4 എന്ന് കിട്ടും. സോ F × 0.5 ഈക്വൽ ടു 25/4 × 2 എന്ന് കിട്ടും. സോ F/2 ഈക്വൽ ടു യു വിൽ ഗെറ്റ് 25/2 എന്ന് കിട്ടും. 0.5 നും 1/2 കൊടുക്കുക. F/2 ഈക്വൽ ടു 25/2, which means F equal to 25 Newton. ടെൻഷൻ എന്നുള്ളത് എന്തിന് ഈക്വൽ ആയിരിക്കണം, 25 ന്യൂട്ടണിന് ഈക്വൽ ആയിരിക്കണം. ഓപ്ഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കണം. അടുത്ത ചോദ്യം. പിന്നെ അതൊന്നും നോക്കിയിട്ടില്ല, അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നതാണ് പ്രോബ്ലം. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് വരാണെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ പിന്നീട്. ഞാനത് പിൻ ചെയ്ത് വെക്കാം കമന്റിൽ. അടുത്ത ചോദ്യം. ഇവിടെയും ഇതേപോലെ തന്നെയാണ്. ഒരു റോഡ് PQ, എന്നൊരു റോഡ് PQ ഉണ്ട്. ഈ Q എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒരു വയറില്. P ഈസ് ഹിഞ്ച്ഡ്, P ഇങ്ങനെ ഹിഞ്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, ഇവിടെ കാണിച്ചിട്ടില്ല. എന്നിട്ട് എന്താ പറയുന്നത്, നമ്മൾ ഇതിനിങ്ങനെ കട്ട് ചെയ്യാണെന്ന് വിചാരിക്കാം.
കട്ട് ചെയ്ത് എന്ത് സംഭവിക്കും? ഈ സാധനം റൊട്ടേറ്റ് ചെയ്യും അല്ലേ? റോഡ് വിൽ റൊട്ടേറ്റ് വിത്ത് റെസ്പെക്ട് ടു ദിസ് ആക്സിസ്. ഈ ഒരു പി എന്ന് പറയുന്ന അബൌട്ട് ആക്സിസ് എന്ത് ചെയ്യും? ഈ ഒരു റോഡ് റൊട്ടേറ്റ് ചെയ്യും. അതിന്റെ ആംഗുലർ എക്സലറേഷൻ എന്താണെന്നാണ് ചോദ്യം. വാട്ട് ഈസ് ആംഗുലർ എക്സലറേഷൻ? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന്റെ വെയിറ്റ് താഴത്തോട്ടിക്കുക ആക്ട് ചെയ്യുന്നു. വെയിറ്റ് താഴത്തോട്ടിക്കാണ് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു ദൂരം എന്ന് വെച്ചാൽ ടോട്ടൽ ലെങ്ത് എല്ലാണെങ്കിൽ L/2 ആയിരിക്കും. ആ ഒരു ദൂരം L/2 ആയിരിക്കും. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന ടോർക്ക് എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ടോർക്ക് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. അതാണ് നമ്മുടെ ഐ ആൽഫ. അതാണ് നമ്മുടെ ഐ ആൽഫ. ദാറ്റ് ഈസ് mg ഇൻറ്റു L/2 എന്ന് വെച്ചാൽ മൊമെന്റ് ഓഫ് ഇനേഷ്യ അബൌട്ട് വൺ ആക്സിസ് പറഞ്ഞിട്ടുണ്ട് ml²/3 ആണ്. ഇൻറ്റു ആൽഫ എന്ന് എഴുതാം. അപ്പൊ എം ക്യാൻസൽ ആകും, ഒരു എൽ ക്യാൻസൽ ആകും. g/2 ഈക്വൽ ടു L/3 ഇൻറ്റു ആൽഫ എന്ന് കിട്ടും. ഓർ ആൽഫ ഈക്വൽ ടു 3g/2l എന്ന് കിട്ടും. ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടും? 3g/2l. 3g/2l ഈസ് ഓപ്ഷൻ സി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. So what is the instantaneous angular acceleration ആണ് ചോദിക്കുന്നത്. നോട്ട് ആംഗുലർ ആക്സിലറേഷൻ. ഇൻസ്റ്റന്റേനിയസ് ആംഗുലർ പൊസിഷൻ തന്നിട്ട് ടോർക്ക് 0 ആണെങ്കിൽ ടൈം എന്താണെന്ന് ചോദ്യം. ടോർക്ക് എന്ന് വെച്ചാൽ ഐ ആൽഫ ആണ്. അപ്പൊ ടോർക്ക് 0 എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? ആൽഫ 0 എന്നർത്ഥം. അപ്പൊ ആൽഫ 0 ആകുന്ന ടൈം കണ്ടുപിടിച്ചാൽ മതി. വീനോ ആൽഫ എന്ന് വെച്ചാൽ d²x/dt² എന്ന് പറയുന്ന പോലെ d²θ/dt² ആണ്. അത് 0 കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾ dθ/dt ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 60² - 12t എന്ന് കിട്ടും. വീണ്ടും ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പൊ 12t - 12 എന്ന് കിട്ടും. അത് 0ലേക്ക് ഇക്വേറ്റ് ചെയ്യാം. അപ്പൊ 12t ഈക്വൽ ടു 12 എന്ന് കിട്ടും. t ഈക്വൽ ടു എന്ത് കിട്ടും? 1 സെക്കൻഡ് എന്ന് കിട്ടും. ഓപ്ഷൻ ഓക്കെ അല്ലേ? അതാണ് നമ്മുടെ ചോദ്യം. 6ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. നോക്കിയേ, വീൽ ഈസ് ഹാവിംഗ് മൊമെന്റ് ഓഫ് ഇനേഷ്യ 2 kg/m² തന്നിട്ടുണ്ട്. റൊട്ടേറ്റിംഗ് അറ്റ് 60 rpm. അപ്പൊ ഒമേഗ എന്തായിരിക്കും? 2πn/60 ചെയ്യുക. 2π × 60/60 ചെയ്യുക. 2π എന്ന് കിട്ടും. ഇനി നമ്മുടെ ഒമേഗ 0 സ്റ്റോപ്പിംഗ് എന്ന് പറയുന്നത് അല്ലേ? ഒമേഗ സ്ക്വയർ ഈക്വൽ ടു v² ഈക്വൽ ടു u² - 2 ഇൻറ്റു തീറ്റ തന്നിട്ടില്ലല്ലോ. അപ്പൊ നമുക്ക് v ഈക്വൽ ടു u + at എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. ഒമേഗ ഈക്വൽ ടു ഒമേഗ 0 - α t. സ്റ്റോപ്പിംഗ് എന്ന് വെച്ചാൽ ഒമേഗ 0 ആണ്. ഒമേഗ 0 2π തന്നിട്ടുണ്ട്. ആൽഫ ഇൻറ്റു ടൈം നോക്കിയാൽ വാട്ട് ഈസ് ടൈം ഈക്വൽ ടു 1 മിനിറ്റ്. സോ 60 സെക്കൻഡ് ആണ്. സോ 2π ഈക്വൽ ടു 60 ആൽഫ എന്ന് കിട്ടും അല്ലേ? ഓർ ആൽഫ ഈക്വൽ ടു എന്ത് കിട്ടും? 2π/60 ദാറ്റ് ഈസ് π/30 ആൽഫ. സോ ടോർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഐ ആൽഫ ചെയ്താൽ മതി. I2 തന്നിട്ടുണ്ട്. ഇൻറ്റു π/30 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? π/15 എന്ന് കിട്ടും. π/15 ഈസ് ഓപ്ഷൻ സി. സോ ആൻസർ ഓപ്ഷൻ സി ആണ്. അടുത്ത ചോദ്യം. A 2018 ചോദിച്ച ചോദ്യം. A solid sphere is rotating freely about its symmetry and the radius of sphere is increasing, keeping its mass same. Which of the following physical quantities would remain constant? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം rotating freely about its axis എന്ന് പറയുമ്പോൾ external torque 0 ആണ്. നമുക്കറിയാം external force 0 ആണെങ്കിൽ അതിനർത്ഥം എന്തായിരിക്കും? ലീനിയർ മൊമെന്റം കൺസർവ് ആയിരിക്കും. ലീനിയർ മൊമെന്റം കൺസർവ്. സിമിലർലി റൊട്ടേഷനിൽ എക്സ്റ്റേണൽ ടോർക്ക് 0 ആണെങ്കിൽ അവിടെ ആര് കൺസർവ് ആയിരിക്കും? ആംഗുലർ മൊമെന്റം കൺസർവ് ആയിരിക്കും. ആംഗുലർ മൊമെന്റം കൺസർവ് ആയിരിക്കും. ഓപ്ഷൻ ഡി. ആര് കൺസർവ് ആയിരിക്കും? ആംഗുലർ മൊമെന്റം റിമെയിൻ കോൺസ്റ്റന്റ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ചോദ്യം. രണ്ട് ഡിസ്ക്, 2 disc of same moment of inertia rotating about their regular axis passing through center perpendicular to the disc. രണ്ട് ഡിസ്ക് ഉണ്ട്. ഓക്കെ, moment of inertia passing through the center. അതില്
ഫസ്റ്റ് ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ω1 ഉം രണ്ടാമത്തെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലർ സ്പീഡ് ω2 ആണ്. ഈ രണ്ട് ഡിസ്കും കൂടി കമ്പൈൻ ചെയ്തു എന്ന് വിചാരിക്കുക. രണ്ട് ഡിസ്കും കൂടി കമ്പൈൻ ചെയ്ത് ഒരുമിച്ച് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ ലോസ് ആണ് ചോദിക്കുന്നത്. ഇവിടെ ഒമേഗ അല്ല ചോദിക്കുന്നത്, ലോസ് ആണ്. ലോസ് ഇൻ എനർജി എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ വർക്കിനിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ലോസ് ഇൻ എനർജിന്റെ ഒരു ഫോർമുല ഉണ്ട്. രണ്ട് ബോഡി സ്റ്റിക്ക് ടുഗദർ ആഫ്റ്റർ കൊളിഷൻ. രണ്ട് ബോഡി കൊളൈഡ് ചെയ്ത് സ്റ്റിക്ക് ടുഗദർ ഒരുമിച്ച് സ്റ്റിക്ക് ആവുകയാണെങ്കിൽ അതിന്റെ കോമൺ വെലോസിറ്റി അല്ല, ലോസ് ഇൻ കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ m1 m2 by m1 plus m2 into u1 minus u2 whole square ആണ്. u എന്ന് വെച്ചാൽ അതിന്റെ സെപ്പറേറ്റ് വെലോസിറ്റി. ഇത് റൊട്ടേഷനിൽ വരുമ്പോൾ ലോസ് ഇൻ കൈനറ്റിക് എനർജി എന്തായിരിക്കും? ഹാഫ് ഇൻറ്റു i1 into i2 by i1 plus i2 into ω1 minus ω2 whole square ആയിരിക്കും. ഇവിടെ i1 ഉം i2 ഉം എന്തിന് ഈക്വൽ ആണ്? iക്ക് ഈക്വൽ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു i into i by i plus i into ω1 minus ω2 whole square എന്ന് വരും. That is I by 4 into എന്ത് കിട്ടും? ω1 minus ω2 whole square. i1 ഉം i2 ഉം ഈക്വൽ ആയതുകൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓപ്ഷൻ ഓക്കെ. ഇതിന്റെ കോമൺ ചിലപ്പോൾ കോമൺ വെലോസിറ്റി ആയിരിക്കും ചോദിക്കുന്നത്. ഈ ഒരു കോമൺ വെലോസിറ്റി ഒമേഗ ഡാഷ് ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി? i1 ω1 plus i2 ω2 by i1 plus i2. ചിലപ്പോൾ ഇതായിരിക്കും ചോദിക്കുന്നത് കേട്ടോ. കോമൺ വെലോസിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ ദിസ് ഈസ് ദി ഫോർമുല. അടുത്ത ചോദ്യം. സോ നമ്മുടെ ഈ ഒരു ഭാഗത്തിലെ ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്. രണ്ട് ബോഡി ഉണ്ട്, മാസ് m ഉം 2m ഉം, മൊമെന്റ് ഓഫ് ഇനേർഷ്യ IA ആൻഡ് IB വേർ IB ഗ്രേറ്റർ ദാൻ IA എന്ന് തന്നിട്ടുണ്ട്. രണ്ട് പ്രോസസ് ചെയ്യുന്ന കൈനറ്റിക് എനർജി ഓഫ് റൊട്ടേഷൻ സെയിം ആണെങ്കിൽ ആംഗുലർ മൊമെന്റത്തിന്റെ റിലേഷൻഷിപ്പ് എന്തായിരിക്കും? അപ്പോൾ ലീനിയർ നമുക്കറിയാം കൈനറ്റിക് എനർജി നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. p²/2m എന്ന് പഠിക്കുന്ന പോലെ p ഈസ് ലീനിയർ മൊമെന്റം. റൊട്ടേഷണൽ എനർജി എന്ന് വെച്ചാൽ എന്തായിരിക്കും? L²/2I ആണ്. മാസിന് പകരം I വരും, പിക്ക് പകരം ആംഗുലർ മൊമെന്റം വരും. ഈ റൊട്ടേഷണൽ എനർജി കോൺസ്റ്റന്റ് ആണെങ്കിൽ അതിനർത്ഥം L² എന്ന് വെച്ചാൽ പ്രൊപ്പോർഷണൽ ടു I ആണ്, ഓർ L പ്രൊപ്പോർഷണൽ ടു √I ആണ്. L പ്രൊപ്പോർഷണൽ ടു √I. ഇവിടെ നിങ്ങൾക്ക് IB ഗ്രേറ്റർ ദാൻ IA എന്ന് പറയുന്നുണ്ട്. IB ഗ്രേറ്റർ ദാൻ IA എന്ന് വെച്ചാൽ അതിനർത്ഥം എന്തായിരിക്കും? ആംഗുലർ മൊമെന്റം ഓഫ് B തന്നെയായിരിക്കും എനേക്കാളും കൂടുതൽ. ആംഗുലർ മൊമെന്റം ഓഫ് B ഗ്രേറ്റർ ദാൻ A ആയിരിക്കും. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. സോ നമ്മുടെ അങ്ങനെ ഈ ഒരു പാർട്ടും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ പാർട്ടുമായിട്ട് അടുത്ത ദിവസം വരാം. ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ് റൊട്ടേഷൻ. നല്ലപോലെ പഠിക്കുക. സോ ബൈ, സീ യു, ടേക്ക് കെയർ.